ബർഗറുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? സെർവേഴ്സ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. ഇന്ത്യ പോലെയുള്ള തേർഡ് വേൾഡ് കൺട്രിയിൽ നിന്ന് വരുന്നവർക്ക് ബർഗറുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, പക്ഷേ ഡിപ്പെൻഡ് ഓൺ ദെയർ റെസിഡൻസ് പെർമിറ്റ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഒരാൾ വന്നു, ഒരു 5 വർഷം വർക്ക് ചെയ്തു, അയാൾക്ക് PR ഉണ്ട്, പക്ഷേ പെട്ടെന്ന് ഫിസിക്കലി ഓർ മെന്റലി ഡിസേബിൾഡ് ആയിപ്പോയി. ഇദ്ദേഹത്തിന് ബർഗറുകളിൽ അപ്ലൈ ചെയ്യാം, പക്ഷേ എന്ന് വരെ കിട്ടത്തുള്ളൂ? PRന്റെ വാലിഡിറ്റി എന്നാണ്, അന്ന് വരെ മാത്രമേ ബർഗറുകളിൽ കിട്ടത്തുള്ളൂ. അതിനുശേഷം ചെല്ലുമ്പോൾ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടത്തില്ല, നമ്മൾ നാട്ടിൽ പോകേണ്ട വരും. സോ ഇപ്പോൾ PR കിട്ടുമ്പോൾ അത് അൺലിമിറ്റഡ് അല്ലെന്ന് തിങ്ക് ചെയ്യുന്നവരുണ്ട്. ഒരിക്കലുമല്ല. നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഡേറ്റ് എന്നാണ്, അന്ന് വരെ നമ്മുടെ PR കാർഡ് അടിച്ചു കിട്ടത്തുള്ളൂ. സോ അടുത്ത എക്സ്റ്റൻഷന് പോകുന്ന സമയത്ത് നമ്മൾ എങ്ങനെ നമ്മുടെ ഫിനാൻഷ്യൽ ഇൻകം മീറ്റ് ചെയ്യുമെന്നുള്ളത് കാണിക്കേണ്ട വരും. അത് കാണിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇവർ കയറ്റിവിടും. ഇവർക്ക് ആവശ്യമില്ല നമ്മളെ ഇവർ തീറ്റിപ്പോറ്റണോ എന്നുള്ളത്. ഡിപ്പെൻഡൻറ്റ് വിസയിൽ വന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പറ്റില്ല. കാരണം നിങ്ങൾ ഇവരെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങളുടെ 3 മാസം സാലറി സ്ലിപ്പും കൊടുത്ത് നിങ്ങൾക്ക് ഇവിടെ വീടുണ്ട്, നിങ്ങൾ അവരെ നോക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. പനി വന്നാൽ, മരിച്ചു പോയാൽ തന്നെ എന്ത് ചെയ്താലും പോട്ടെ, അവർ ലോൺ എടുത്ത് മുങ്ങിയാൽ പോലും നിങ്ങൾ അടച്ചോളാണെന്നൊരു ഓത്തുണ്ട്. ഇതനുസരിച്ചിട്ടാണ് അവരെ കൊണ്ടുവരുന്നത്. സോ ഒരു ഡിപ്പെൻഡിന് വേണ്ട ഒരു ചിലവ് ഈ കൊണ്ടുവന്ന ആൾ വേണം മീറ്റ് ചെയ്യാനായിട്ട്. ഇപ്പം കൊണ്ടുവന്ന ആൾക്ക് എന്തെങ്കിലും പറ്റുവാണെന്നുണ്ടെങ്കിൽ മറ്റേ ആൾ ഇൻറ്റഗ്രേറ്റ് ആയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ബർഗറുകളിൽ അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ വിസ എന്ന് വരെ ഉണ്ടോ അന്ന് വരെ നിങ്ങൾക്ക് ബർഗറുകളിൽ കിട്ടും. ഓൾറെഡി 5.2 മില്യൺ പീപ്പിൾസ് ജർമ്മനിയിൽ നിന്ന് ഇത് മേടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരാളും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് ഇത് ഭയങ്കര ബർഡനാണ്. സോ ഗവൺമെൻറ് മാക്സിമം ഇത് എലിമിനേറ്റ് ചെയ്യാനായിട്ടേ ശ്രമിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് വിസയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നേക്കുന്നെങ്കിൽ വീട്ടിൽ ഇരുന്ന് ജർമ്മൻ പഠിച്ചൊരു ജോബ് മേടിച്ച് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു ജർമ്മനി എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിന് നമ്മൾ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഇനി വരുന്ന ഇന്ത്യൻസിന് ഒരു ചീത്തപ്പേരാകാതെ നോക്കുക. അപ്പം ചുസ്